പത്തനംതിട്ടയിൽ മന്ത്രവാദത്തിനിടെ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. കൊല്ലപ്പെട്ട ആതിരയുടെ ശരീരത്തുണ്ടായിരുന്ന 46 മുറിവുകളാണ് മരണത്തിന് ആക്കം കൂട്ടിയതെന്നും മരണകാരണം വ്യക്തമാകാൻ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന നടത്തണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ടർ ഫോളോ. ഈ മാസം 11-നാണ് പത്തനംതിട്ട വടശ്ശേരിക്കര സ്വദേശിനി ആതിര എന്ന 18 വയസ്സുകാരി മന്ത്രവാദത്തിനിടെ പിതൃസഹോദരന്റെ വീട്ടിൽ വെച്ച് കൊല്ലപ്പെട്ടത്. ശരീരത്തിലെ ബാധ ഒഴിപ്പിക്കാനായി നടത്തിയ മന്ത്രവാദത്തിനിടെയാണ് പെൺകുട്ടി കൊല്ലപ്പെട്ടത്. മന്ത്രവാദ കൊലപാതകം റിപ്പോർട്ടർ പുറത്തുവിട്ടതിന് പിന്നാലെ പത്തനംതിട്ട പോലീസ് ആതിരയുടെ പിതൃസഹോദരനും പത്തനംതിട്ട DCC ഓഫീസ് സെക്രട്ടറിയുമായ വത്സനെ അറസ്റ്റ് ചെയ്തിരുന്നു. മന്ത്രവാദം നടത്തിയ വത്സന്റെ മരുമകൻ മിതേഷും ആതിരയുടെ പിതാവും കേസിൽ അറസ്റ്റിലായിരുന്നു. കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാതെ വത്സനെ കേസിലെ ഒന്നാം പ്രതിയാക്കിയതിനെ തുടർന്നാണ് പത്തനംതിട്ട SI മനുരാജിനെ സ്ഥലം മാറ്റിയതെന്ന ആരോപണവും ഉയർന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് ആതിരയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ആതിരയുടെ ശരീരത്ത് 46 മുറിവുകളാണ് ഉണ്ടായിരുന്നത്. കൈപ്പത്തിയിൽ കർപ്പൂരം വെച്ച് പൊള്ളിച്ച പാടും ഇതിൽ ഉൾപ്പെടും. ഇത്തരത്തിൽ ശരീരത്തിലേറ്റ മുറിവുകളാണ് യുവതിയുടെ മരണം വേഗത്തിലാക്കിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ മരണകാരണം എന്തെന്ന് വ്യക്തമാകാത്ത സാഹചര്യത്തിൽ ആന്തരിക അവയവങ്ങൾ ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്ക് അയക്കാനാണ് പോലീസ് നീക്കം. റിപ്പോർട്ടർ പത്തനംതിട്ട.